അടുത്ത ഒരു ടോപ്പിക്കാണ് സിംഗിൾ അയോൺസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. സിംഗിൾ അയോൺസിനെ നമ്മൾ നേക്കഡ് ക്ലസ്റ്റർ എന്ന് വിളിക്കും, ക്ലസ്റ്റർ വിത്തൗട്ട് ലിഗാൻസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ എന്തായിരിക്കും അർത്ഥം? അതിൽ ലിഗാൻസ് ഇല്ലാതെ മെറ്റൽ മാത്രം ആയിട്ട് നിൽക്കുന്ന ക്ലസ്റ്ററുകൾ, അതിനാണ് നമ്മൾ പറയാം. നമുക്ക് ലിഗാൻഡും കൂടെ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ മെറ്റൽ ക്ലസ്റ്റർ എന്ന് പറയാം. ഇതിൽ മെറ്റൽ ഇല്ലാത്ത ലിഗാൻഡ് ഇല്ലാത്ത മെറ്റലിൻ്റെ കൂട്ടം, അതിനാണ് നമ്മൾ നേക്കഡ് ക്ലസ്റ്റർ എന്ന് പറയുക. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ക്ലസ്റ്റർ വിത്തൗട്ട് ലിഗാൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. ഇതിൽ പോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽ അലോയ്സ് ആണ്, കുറച്ച് ബാക്കിലേക്കുള്ളതാണ്. സോഡിയം ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ. എന്നിട്ട് എന്ത് ചെയ്യും? ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈലി കളേർഡ് ആയിട്ടുള്ള അയോൺസ് കിട്ടും. അപ്പോൾ സോഡിയമായിട്ട് അത് അലോയ്സ് ഉണ്ടാക്കുന്നതിന് നമ്മൾ സിംഗിൾ അലോയ് എന്ന് പറയും. അതിനെ നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈലി കളേർഡ് ആയിട്ടുള്ള അയോൺസ് കിട്ടും. എക്സാമ്പിളാണ് SN4 4-, SB4 3-, അങ്ങനത്തെ എക്സാമ്പിൾസ്. അപ്പോൾ അവർക്ക് സ്ട്രക്ചറലി ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവരൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അയോൺസിനാണ് നമ്മൾ സിംഗിൾ അയോൺസ് എന്ന് പറയാം. ഇതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ PB5 2-, PB5 2-ൻ്റെ സ്ട്രക്ചറാണിത്. 5 PB അയോൺ ആറ്റം ഉണ്ടായിരിക്കും. 2- ഉള്ള കാരണം അത് അയോണാണ്. പിന്നെ ബിസ്മത്തിൻ്റെ BI4 2-, TE6 അയോൺസ് ആവണമെന്ന് നിർബന്ധമില്ല. സിംഗിൾ കാറ്റയോൺ, ആനയോൺ അല്ലെങ്കിൽ ന്യൂട്രൽ ആയാലും സാധാരണയായിട്ട് അയോൺസ് ആണ് ഉണ്ടാവുക. കാറ്റയോൺ അല്ലെങ്കിൽ ആനയോൺ ഉണ്ടാവുക. ഇത് 4+ ആണ്. പിന്നെ SB7 3-, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, പക്ഷേ അയോൺസ് ആയിരിക്കും. മിക്കവാറും ചാർജ് ഉണ്ടായിരിക്കും. പിന്നെ എക്സെപ്ഷൻ കേസുകളാണ്. അപ്പം പൊതുവേ കാറ്റയോൺസും ആനയോൺസാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അയോൺസ് എന്ന് പറയാൻ കാരണം. നേക്കഡ് ക്ലസ്റ്റേഴ്സ് എന്നും കൂടെ അവരെ വിളിക്കും. പിന്നെ ഇത് ചെറിയൊരു ഈ 2 ലൈൻ ബാക്കത്തെ പേജാണ്. പിന്നെ വരുന്ന ഭാഗം ഇവർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട് മെറ്റൽസ് ആയിട്ട് വരിക. ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ല, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് വരിക. ട്രാൻസിഷൻ എലമെൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതാണ് പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈനിൽ തന്നെ, പീരീഡിൽ തന്നെ വരുന്ന മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിനാണ് പറയാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസോ, നിഡോ, അരാക്കനോ, ഹൈപ്പോ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ TEC കൗണ്ട്, നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ TEC കൗണ്ട് എടുക്കുമ്പോൾ 4n+2 സ്ട്രക്ചറാണ് കിട്ടുന്നതെങ്കിൽ ആ ഫോർമാറ്റിൽ നമുക്ക് ആ നമ്പറിന് എഴുതാൻ പറ്റുമെങ്കിൽ ക്ലോസോ 4n+4, നമ്മൾ ഓൾറെഡി വെയ്റ്റ്സ് റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. 4n+4 ആണെങ്കിൽ നിഡോ, 6 ആണെങ്കിൽ അരാക്കനോ, 8 ആണെങ്കിൽ ഹൈപ്പോ. ഇനി ഇതിൽ ഇവരെ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് കളയും സൊല്യൂഷനിൽ. അപ്പോൾ ഈ പ്രശ്നം നമ്മൾ 1975 ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ കാറ്റയോണിനെ ക്രിപ്റ്റേറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ സോൾട്ടിനെ ക്രിപ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ലാർജ് കോമ്പൗണ്ട്സ് ആണ്. അതിനെ നമ്മൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് പോവില്ല. അതിൻ്റെ എക്സാമ്പിളാണ് Na-Crypt2 PB5, Na-Crypt4 SN9, അങ്ങനത്തെ മോളിക്യൂൾസ്. അപ്പോൾ ഈ മെറ്റൽ ഡീകമ്പോസ് ചെയ്ത് ഒറ്റയ്ക്ക് മെറ്റൽസ് ആയിട്ട് മാറാതെ എന്ത് ചെയ്യും? അത് ആ സോൾട്ടായിട്ട് തന്നെ നിൽക്കും. അതുപോലെ നമ്മൾ ഈ ബിസ്മത്ത്, ടെലൂറിയം, അതുപോലെ അതിൻ്റെ ഉരുക്കിയിട്ട് നമ്മളതിനെ സെയിം ആറ്റം തന്നെ ആയതുകൊണ്ട് നമ്മളതിനെ അങ്ങനെയും കിട്ടാറുണ്ട്. ഇനി പിന്നെ ഒരു പോസിബിലിറ്റി, സ്റ്റെബിലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വീക്കിലി ബേസിക് ആയിട്ടുള്ള ആനയോൺസ് വെച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസ്മത്തിൻ്റെ കൂടെ AlCl3 എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ BI5 AlCl4 ത്രൈസ്, അങ്ങനെ വീക്കിലി ബേസിക് ആയിട്ടുള്ള ആനയോൺസ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള സോൾട്ട് ഫോമിൽ നമുക്ക് കിട്ടും. പിന്നെ ഇവരൊക്കെ ഹോമോ പോളി അറ്റോമിക് ആണ്. അതായത് ഒരേ ആറ്റം തന്നെ, പോളി എന്ന് പറയുമ്പോൾ കുറേ, അപ്പോൾ ഒരേ ആറ്റം തന്നെ കുറേ ആറ്റംസ് ഉണ്ട്. ഹോമോ എന്ന് പറയുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ സെയിം, അപ്പോൾ ഒരേ ആറ്റം തന്നെ കുറേ. ഇപ്പോൾ ബിസ്മത്ത് ആണെങ്കിൽ ബിസ്മത്തിൻ്റെ കൂടെ ബിസ്മത്ത് മാത്രമേ ഉള്ളൂ. ബിസ്മത്ത് BI5 5+ എന്ന് പറയുമ്പോൾ ബിസ്മത്ത് മാത്രം, പക്ഷേ ബിസ്മത്ത് കുറേ ഉണ്ട്. അതല്ലാതെ വേറെ ടെലൂറിയോ അങ്ങനത്തെ ആറ്റംസ് ഒന്നുമില്ല. അപ്പോൾ അവർ ഹോമോ പോളി അറ്റോമിക് സിംഗിൾ അയോൺസ് നമുക്ക് പറയാൻ പറ്റും. അവർക്ക് ലിഗാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് നേക്കഡ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ജോമെട്രിയും ഇലക്ട്രോണിക് സ്ട്രക്ചറും തമ്മിൽ വെയ്റ്റ്സ് റൂൾ പറയുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ട്, എന്നാൽ എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള 2 സിംഗിൾ അയോൺസിൻ്റെ എക്സാമ്പിളാണ് SN9 4-, BI9 5+. അത് ഐസോ ഇലക്ട്രിക് ആണ്. അവർ എക്സെപ്ഷൻ കേസാണ്. വെയ്റ്റ്സ് റൂൾ ഒബേ ചെയ്യില്ല, ഡിസ്റ്റോർഷൻ ഉള്ളതുകൊണ്ട്.
അങ്ങനത്തെ ഒരു എക്സെപ്ഷൻ കേസും കൂടെ പഠിച്ചു വയ്ക്കുക. പിന്നെ സെയിം നോട്ടിൻ്റെ തന്നെ ഈ സ്ട്രക്ചർ കുറച്ചും കൂടെ വൃത്തിയിൽ കൊടുത്തതാണ്. പിന്നെ ഇതിൽ നമ്മൾ എഡ്വേർഡ് സിൻഡൽ എന്ന് പറയുന്ന ആളാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ. അപ്പോൾ ആളുടെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കാൽക്കുലേഷനാണ്. നമ്മൾ പറഞ്ഞു എന്താണ് ക്ലോസോനിഡോ അരാക്കനോ ഹൈപ്പോ എന്ന് നമ്മൾ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നോക്കുക, PB5 2- അതിൻ്റെ TB വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? ലെഡിൻ്റെ 82 ആണ് അറ്റോമിക് നമ്പർ വരിക, 6s2 4p2 ആണ്. മറ്റോടത്തൊക്കെ നമുക്ക് 3d10 അല്ല 3d5 4s2 അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എസും പി ആണ് എടുക്കേണ്ടത്. 6s2 6p2. അപ്പോഴും പിയുടെ മാത്രം എടുക്കരുത്, 6 വരുന്ന 6s2ലും 6p2ലും എടുക്കണം. അപ്പോൾ 2 + 2 4 കിട്ടും. 4 ഇൻറ്റു ഇവിടെ എത്രയാണ്? PB 5 ആണ്. അപ്പോൾ 4 × 5 + -2 ഇവിടെ ലിഗാൻഡ് ഉള്ളതുകൊണ്ട് ആനയോൺ ഉള്ളതുകൊണ്ട് +2 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 22 കിട്ടി. ഇനി 22ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 × 4 ആണല്ലോ ഇവിടെ n 5 ആണ്. അപ്പോൾ 4 × 5 + 2. അപ്പോൾ 20 + 2 22 ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടി? 4n + 2 ആയതുകൊണ്ട് അതിന് ക്ലോസോ സ്ട്രക്ചറാണെന്ന് കിട്ടി. അതേപോലെ തന്നെയാണ് ടിന്നും ലെഡൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെയും എന്തെങ്കിലും ഒരു S2 5s2 5p2 ആയിരിക്കും വരിക. അപ്പോൾ 2 + 2 4 കിട്ടി. 9 ആറ്റുണ്ട്. 9 × 4 + 4 40 കിട്ടി. 40 എന്ന് പറയുന്നത് 4n + 4 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 4 × 9 + 4 36 + 4 48 കിട്ടും. അപ്പോൾ അതിന് എന്ത് വന്നു? 4n + 4 ആകുമ്പോൾ നീഡോ സ്ട്രക്ചർ വന്നു. അങ്ങനെ രണ്ട് എക്സാമ്പിളും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിളാണ്, കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ സിംഗിൾ അയോൺസും ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ ഈ കാൽക്കുലേഷനും കൂടെ, ഈ ഒരു ഡിറ്റർമിനേഷൻ സ്ട്രക്ചർ ഡിറ്റർമിനേഷനും കൂടെ എഴുതണം കേട്ടോ.